ബന്ധപ്പെടേണ്ട വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. അയാൾ ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയാണ്, അയാൾ ഈ പാർട്ടിക്ക് വലിയ ഒരു അസറ്റാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനുള്ള സാധ്യതകൾ 2 മാത്രമാണ്. ആ സാധ്യതകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഒന്നില്ലെങ്കിൽ എല്ലാം അവഗണിച്ചുകൊണ്ട് പാർട്ടി അയാളെ സ്ഥാനാർത്ഥിയാക്കണം, സീറ്റ് നൽകണം. അതല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളും ആരോപണങ്ങളും മുൻനിർത്തിക്കൊണ്ട് അയാൾക്ക് സീറ്റ് നൽകാതെ മാറ്റി നിർത്തണം. കോടതി ഇതിലൊരു തീരുമാനം പറയുന്നത് വരെ, അയാൾ ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അയാൾ അങ്ങനെ തുടരട്ടെ എന്ന് കരുതിക്കൊണ്ട് പാർട്ടി മാറ്റി നിർത്തണം. ഈ 2 സംഭവിച്ചാലും അത് എങ്ങനെയാണ് UDF-നെയും കോൺഗ്രസിനെയും ബാധിക്കുക, സ്വാധീനിക്കുക എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇതിനുള്ള മറുപടി എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം, മറക്കാതെ കമന്റ് ചെയ്യണം. കാരണം എന്താണ് കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യത്തിന് പുറത്തുള്ള അന്വേഷണമായിട്ട് ഇതിനെ കാണണം. കാരണം രാഹുൽ എന്ന് പറയുന്നത് പാർട്ടിയുടെ വലിയ മുതൽക്കൂട്ടാണ്, വലിയ ഭാവി ഉണ്ടായിരുന്ന, വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന യുവജന നേതാവാണ്. അതുകൊണ്ട് അയാൾ ഒതുക്കി നിർത്തേണ്ട വ്യക്തിയാണോ, അതല്ലെങ്കിൽ അയാൾ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണോ എന്നുള്ളത് ജനം പറയട്ടെ, പ്രേക്ഷകർ പറയട്ടെ. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്താണെന്നുള്ളത്.